പ്രിയപ്പെട്ടവരെ, 2 ശമൂവേലിൻ്റെ പുസ്തകം 7-ാം അധ്യായം 11-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ഞാൻ നിന്റെ സകല ശത്രുക്കളെയും മടക്കി നിനക്ക് സ്വസ്ഥത നൽകും. അതേ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കുറേ ആഴ്ചകളായി, കുറേ മാസങ്ങളായി, കുറേ വർഷങ്ങളായി, ആഴ്ചകളായി, ദിവസങ്ങളായി നിന്റെ ഭവനത്തിൽ നീ വീടിന് പുറത്തിറങ്ങുമ്പോൾ നിനക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷെ നീ ഭവനത്തിൻ്റെ അകത്തേക്ക് ചെന്ന് കയറുമ്പോൾ നിന്റെ സ്വസ്ഥതയെ, നിന്റെ സമാധാനത്തെ കെടുത്തിക്കളയുന്ന അനുഭവങ്ങൾ, സ്വസ്ഥത നഷ്ടപ്പെട്ട രാത്രികൾ, സ്വസ്ഥതയോടെ ജോലി ചെയ്യാൻ കഴിയാത്ത അവസ്ഥകൾ, ഇങ്ങനെ പല വിധത്തിലുള്ള ഭാരത്താൽ നീ വലയുന്നുവോ? ഇന്ന് പകൽ യേശു നിന്നോട് പറയുകയാണ്, നിനക്ക് ഞാൻ സ്വസ്ഥത നൽകും. എങ്ങനെ? ഞാൻ ശത്രുക്കളെ അടക്കും. ആമേൻ. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ നിന്റെ സകല ശത്രുക്കളെയും അടക്കി ഞാൻ നിനക്ക് സ്വസ്ഥത തരും. അതെ, ഇന്ന് പകൽ സർവശക്തൻ നിനക്ക് സ്വസ്ഥത നൽകുന്ന പകലാണ്. ഇന്നത്തെ പകൽ സ്വസ്ഥത നിനക്ക് വെളിപ്പെടുന്ന പകലാണ്. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഈ ജനം സ്വസ്ഥതയില്ലാതെ ഇവരുടെ മാനസികമായി ഇവരനുഭവിക്കുന്ന പല പിരിമുറുക്കങ്ങളും ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ അങ്ങയുടെ കരം ഈ തൻ്റെ മക്കളുടെ മേൽ വെളിപ്പെടുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സമാധാനവും സ്വസ്ഥതയും ഈ ജനത്തിനു മേൽ വെളിപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്വസ്ഥത യേശുവിൽ ഉണ്ട്. അവൻ ആ സ്വസ്ഥത നിങ്ങൾക്ക് നൽകും. ഗോഡ് ബ്ലസ് യു.